ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ പല്ലവി എങ്ങനെയും ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും. അതിക്ക് തന്നെ നമ്മുടെ പല്ലവിക്ക് നല്ല സംശയമുണ്ട്. ഇന്ദ്രന്റെ കളികളാണ് ഇത് മൊത്തം. ഇന്ദ്രൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ പല്ലവിക്ക് 100% വിശ്വാസമുണ്ട് കേട്ടോ. പക്ഷെ അതെങ്ങനെ തെളിയിക്കും എന്നുള്ളൊരു കാര്യമാട്ടോ. അപ്പോൾ നമ്മുടെ സേതുവും നമ്മുടെ ഹരിയും എല്ലാ കൂട്ടുകാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് നമ്മുടെ പല്ലവി പറയുന്നുണ്ട്, ഇന്ദ്രൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായും അമ്മയെ വിളിച്ചിരിക്കും. അപ്പം അമ്മ വഴിയായിരിക്കണം നമ്മുടെ അന്വേഷണങ്ങൾ ഇനി നീങ്ങുന്നത് എന്നൊക്കെ നമ്മുടെ പല്ലവി ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്തുക കേട്ടോ. പല്ലവി അങ്ങനെ തോറ്റു പിന്മാറാൻ ഒരിക്കലും തയ്യാറല്ല. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഇന്ദ്രൻ നമ്മുടെ പല്ലവിയുടെ സംശയം പോലെ തന്നെ വേറൊരു നാട്ടിൽ ഭയങ്കര സുഖിച്ച് ഇങ്ങനെ കഴിയുക കേട്ടോ. ഒരു ഒറ്റപ്പെട്ട ഒരു എന്താ പറയുക, ഒരു വീടൊക്കെ എടുത്ത് ഇങ്ങനെ കഴിയുക, ആരുടെയും കൺമുന്നിൽ പെടാതെ. എന്നിട്ട് നമ്മുടെ നിഖില് വഴിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചരട് വലിക്കുന്നത്, ആ ഒരു നമ്മുടെ ഇന്ദ്രൻ്റെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ചരട് വലിക്കുന്നത് നമ്മുടെ നിഖില് വഴിയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ അച്ചു നമ്മുടെ ഹരിക്കൊപ്പം ഒരു ഓട്ടോയിൽ കയറി ഇങ്ങനെ പോകുന്നതും, എന്നിട്ട് ഹരിയോട് ഇങ്ങനെ ഭയങ്കര ഒരു സ്നേഹത്തോടു കൂടിയായിട്ട് നമ്മുടെ അച്ചു ഇങ്ങനെ സംസാരിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ അച്ചു നമ്മുടെ ഹരിയോട് പറയുന്നുണ്ട്, എനിക്ക് നിഖിലുമായിട്ടുള്ളൊരു വിവാഹത്തിന് ഒട്ടും സമ്മതമല്ല. ഞാൻ വിചാരിച്ച പോലത്തെ ഒരാളെയല്ല നിഖില്. എനിക്ക് നിഖിലിനെ ഇഷ്ടമല്ല, എനിക്ക് ഹരിയാണ് ഇഷ്ടം എന്ന് നമ്മുടെ ഹരിയുടെ മുഖത്ത് നോക്കി നമ്മുടെ അച്ചു പറയുന്ന ഒരു കിടിലൻ രംഗമാട്ടോ നമ്മൾക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയുടെ അവസാനം കാണുവാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ അച്ചുവിൻ്റെ ഉള്ളിൽ എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു നമ്മുടെ അച്ചുവിന് നമ്മുടെ ഹരിയോട് ഒരു പ്രണയം ഉണ്ടെന്നുള്ളത്. അപ്പം ഇനി തിരിച്ചും എങ്ങനെയായിരിക്കും, ഇനി ഇവരുടെ കല്യാണമായിരിക്കുമ്പോൾ നമ്മുടെ സേതു നടത്താൻ പോകുന്നത് അല്ലേ? നിഖിൽ എന്തായാലും ഒരു ചതിയനാണെന്നുള്ളൊരു കാര്യം നമ്മുടെ സേതു മിക്കവാറും അന്വേഷിച്ച് കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.